കിംസ് എന്ന് പറഞ്ഞപ്പോ പൂവേ പൂവേ കാതൽ പൂവേ റിംഗ് മാസ്റ്ററിൽ ദിലീപ് കാണിക്കണ വീട്ടിൽ വിളിക്കും കുഞ്ഞേ കുഞ്ഞേന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടങ്ങുമ്പോ കുറച്ച് പെയിനൊക്കെ വരും. കാല് കൊള്ളാമോ അപ്പം ഇനിയിപ്പോ ഇരുന്നാ മതി. ആരെങ്കിലും വന്ന പെയിൻ വന്ന ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ഒരു അങ്കിളെ കണ്ടു കേട്ടാ. അപ്പം ഇവളുടെ സെയിം സ്വഭാവത്തിലുള്ള സെയിം ഡയലോഗ് ടിട്ടോ. എന്താ ഭരതനാട്യം പോസാ ആണോ? ഫുഡാ കൂടാതെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇനി വേറെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും അമ്മ ചോദിച്ച പോയി പച്ചോളം കാണുമോ വീട്ടിൽ തേങ്ങി നമ്മളിനി എന്ത് ചെയ്യും മള്ളയ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ജനിക്കാനുള്ള കുട്ടിയായിരുന്നില്ലേ, മാറി ഇങ്ങോട്ടും ആയില്ലേ. കിഡ്നി ഇതോ ഇവിടുത്തെ കിഡ്നി ഉണ്ട് എന്തായാലും, ഇപ്പുറത്തും ഉണ്ട്. നല്ല സമയമാണ് എന്തായാലും. ടെൻഷൻ അടിക്കുന്ന ആൾക്ക് ലോ ബി പി ആണ് കേട്ടാ, അതാണ് കോമഡി. എന്തൊക്കെ ചെയ്യണം ഭർത്താവ്. കുരിയൊക്കെ ഇട്ടേക്കും. ബട്ട് വൈ കുരി? 3 ഗോവിന്ദ ഗോവിന്ദ. കേട്ട് അവിടെ ലൂസാക്കിയ പോരെ, ലൂസാക്കൂലേ പിന്നെ എന്തൊക്കെ ചെയ്യണം ഭർത്താവ്. ഭർത്താവ് ജയ്. ഓക്കെ ഐ വിൽ ഗോ. നല്ല സമയമാണ് എന്തായാലും. 7:43. മകേന്ദ്ര ബാഹുബലി സക്സസ്. ഇന്നത്തെ മാനസികാവസ്ഥ ആൻഡ് ഫിസിക്കൽ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ? നല്ല കാലുവേദന ഉണ്ടോ? പക്ഷേ മൊത്തം മസിൽ പിടുത്തല്ലോ. അതില്ല. ഓക്കെ. അകത്തുനിന്ന് വലിക്കണ അതുണ്ട് 2 കാലില്. അത് കുഴപ്പമില്ല, അത് ഇച്ചിരി മൂവ്മെന്റ് ആയതിന്റെ പ്രശ്നമാണ്. പ്രശ്നമല്ല, നല്ലതാണ്. ഇല്ല, അത് ഓൾറെഡി ഉള്ളതാ. ഇന്നലെയൊക്കെ ഇപ്പൊ നല്ലപോലെ ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ നടന്നാൽ മതി. തത്തമ്മ നടക്കൂല, അതേപോലെ പതുക്കെ പതുക്കെ നടന്നാൽ മതി. ഇപ്പൊ തൽക്കാലം നേരെ കിടക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നേരെ ഇടയ്ക്കെങ്കിലും നേരെ കിടക്കാൻ പറ്റുന്നതുകൊണ്ട് ആശ്വാസമുണ്ട്. മറ്റേത് സൈഡ് മാത്രം പറ്റണില്ല, 2 കാലം ഔട്ടാവണം. കിംസിലോട്ട് മാറാനുള്ള റീസൺ എന്തായിരുന്നു കുട്ടി പറയും? താങ്കൾ തന്നെ പറയണം. കംഫർട്ട്. അപ്പൊ പൈസ ഫ്രീയാ? പൈസ ആവും, പക്ഷെ കംഫർട്ട് മുഖ്യം. നടന്നിട്ട് മിണ്ടിയ കുറച്ചുകൂടി നമുക്ക് എടുക്കാം. അപ്പൊ സമയം ലാഭം 2 in 1. ഒരു കല്ലിൽ 2 മാങ്ങ. നമുക്ക് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ഇതിനെ പറ്റി നമുക്ക് അറിയില്ലല്ലോ, ഈ ഒരു ഫേസ് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതെ, ഫസ്റ്റ് ന്യൂ എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ. എല്ലാം ഡോക്ടർ പറയുന്ന കേട്ടാ ഓക്കെ 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 അങ്ങനെ പറയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കണമല്ലോ. അഫ്കോഴ്സ് അവർക്കത് കാര്യങ്ങൾ അറിയാവുന്നത്, പക്ഷെ നമുക്കും കൂടെ അറിയണമല്ലോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്. നമുക്ക് അറിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ. നമുക്ക് കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, ഇല്ലെങ്കിലേ ടെൻഷനാണ്. ബി പിയുടെ അങ്ങറ്റം. ടെൻഷൻ അടിക്കുന്ന ആൾക്ക് ലോ ബി പി ആണ് കേട്ടാ, അതാണ് കോമഡി. ലോ ബി പി മതി, ബി പി കൂടെ കൂടെ ഉണ്ടായത് കുറവായിരുന്നു. അപ്പൊ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് മാറാനുള്ള റീസൺ എന്തിനായിരുന്നു എന്ന് ഡൗട്ടൊന്നും അത്രയ്ക്ക് വ്യക്തമായില്ലെന്നാ. അതെന്തോന്ന് ക്ലാസ്സാ? എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡോക്ടർ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ട് അമ്മേ പോന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെയാണല്ലോ, കുഞ്ഞേ കുഞ്ഞേന്ന് വിളിച്ച് ഭയങ്കര സ്നേഹത്തോടെയാണ് ഡോക്ടർ കൊണ്ടുവന്നത്. ഓ അപ്പൊ കുഞ്ഞിനെ വിളിക്കാത്തന്ന് പ്രശ്നമല്ലേ? വീട്ടിൽ വിളിക്കും കുഞ്ഞേ കുഞ്ഞേന്ന്. നീ ആശ്രമമായിട്ട് വിളിക്കണല്ലേ കുഞ്ഞേ കുഞ്ഞേന്ന്. കൊള്ളാം. കുഞ്ഞേന്ന് വിളിക്കണമെന്നല്ല, നമ്മളോട് കുറച്ച് സമാധാനം. നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമുക്ക് ടെൻഷനല്ല ആവേണ്ടത്, നമുക്ക് സമാധാനമാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്നേഹത്തോടെയൊക്കെ ഡോക്ടർ മിണ്ടുമ്പോൾ ഒരു ആശ്വാസം. അത് ഡോക്ടറിന്റെ കുഴപ്പമാണ്, നിന്റെ കുഴപ്പമാണ്? എൻ്റെ കുഴപ്പമായിരിക്കുമല്ലേ, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഏതായാലും പറഞ്ഞില്ലേ, അവിടെ പുറത്തൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് എമ്പതിയാണ് കൂടുതൽ, മരുന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ജനിക്കാനുള്ള കുട്ടിയായിരുന്നില്ലേ, മാറി ഇങ്ങോട്ടും ആയില്ലേ. നിന്നെ പോലത്തെ ആൾക്കാരാണ് അവിടെ. അല്ല എന്തായാലും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് ബിടെക്കിലോ 12th ഇതൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ലാത്തത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം പഠിച്ച ഡോക്ടർ നമുക്ക് ഓരോ ഡൗട്ടും
വ്യക്തമായിട്ട് പറഞ്ഞു തരേണ്ടതാണ്. ഈ എസ്റ്റിമേറ്റ് ഡേറ്റ് ഡെലിവറിയുടെ എസ്റ്റിമേറ്റ് ഡേറ്റ് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ മറ്റേ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. മാർച്ചിലായി എന്നെടുത്ത റിപ്പോർട്ട് ജൂണിലെടുത്ത റിപ്പോർട്ടിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. കിംസിൽ ലോങ് ക്യൂവിൽ പോസ്റ്റായിട്ട് നിന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതേപോലത്തെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നല്ലേ എന്ന്. റിപ്പോർട്ട് ഒന്നും കൂടെ വായിച്ചിങ്ങനെ എന്തോന്ന് ഇത് ഒപ്പം നോക്കിയപ്പോൾ ഒരെണ്ണം കണ്ടപ്പോൾ ഡേറ്റ് പോലെ ഇരിക്കും. ഇത് ഡേറ്റ് ആണല്ലേ എന്നാലും സ്വഭാവം വെളിയൊരു കേക്ക് ഇത് ഡേറ്റ് അല്ലേ ഇട്ടേക്കുന്നത്. 1 സെക്കൻഡ് അന്ന കണ്ട കൊള്ളല്ലേ ഒരു ബഹളമാണ്. അപ്പം ഫസ്റ്റ് ഇവള് പറഞ്ഞു നമുക്ക് എന്നാ പിന്നെ നമുക്ക് കിംസ് പോയാലോ. അപ്പം ഞാൻ കിംസ് ഒന്നാമത്തെ പോക്കറ്റ് കീറിയിരിക്കുകയാണ്. എന്നിട്ട് കിംസ് ആവുമ്പോ പിന്നെ നിക്കറക്കി ആധാരം പോലും ഇല്ല. കിഡ്നി ഇവിടുത്തെ കിഡ്നി ഉണ്ട് എന്തായാലും. ഇപ്പുറത്തെ ഉണ്ട്. ഓക്കെ കണ്ടീഷനാണ്. അഭിരാമിയൊക്കെ പറഞ്ഞു ഇങ്ങനെ. അഭിരാമി എവിടെയായിരുന്നു അപ്പൊ ഡോക്ടർ നല്ലയാ, ഗായത്രിക്ക് പറ്റിയ ഡോക്ടറായിരിക്കും ലുമിയ ഡോക്ടർ എന്നൊക്കെ അഭിരാമി പറഞ്ഞു. കാരണം അഭിരാമിക്കും ആ ഡോക്ടറായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. ആദ്യം വേറെ ഡോക്ടറായിരുന്നു, അത് നല്ല ഡോക്ടർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറായിരുന്നു. അപ്പോൾ അവൾ ആലോചിച്ചു ആദ്യം ഈ ഡോക്ടർക്ക് പോകാമായിരുന്നല്ലേ എന്നൊക്കെ. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞ് ഗായത്രിക്ക് പറ്റിയ ഡോക്ടറാണ്, ഡോക്ടറെ സംസാരം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും പോയി നോക്കി. പക്ഷെ പോയി നോക്കിയപ്പോൾ തന്നെ ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ കാര്യം. എല്ലായിടത്തും ഈ കംഫർട്ട് നോക്കി കംഫർട്ട് മാത്രമല്ല ഇത്. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ കിംസ് അയ്യോ ഇനി പൈസ ഊറ്റി എടുക്കുമല്ലോ, പക്ഷെ തേഞ്ഞി നമ്മളിനി എന്ത് ചെയ്യും മള്ളയ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെ പോയപ്പോഴാണ് ഹോസ്പിറ്റൽ ഫീലില്ല, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന ഫീലാണ്. പൈസ മാത്രം പോകുന്ന പോലെ എന്താ പറയുക, ഒരു വിഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് ആ കൊടുക്കുന്ന പൈസയ്ക്ക് വെറുത്താണ് സംഭവം. എന്ന് വെച്ചാൽ നമ്മൾ പൈസയൊക്കെ വരും പോവും ഉണ്ടാക്കാം, അതല്ല വിഷയം. ഈ മനസ്സിലുള്ള ഹാപ്പിനെസ് അതാണ് മുഖ്യം. അതുകൊണ്ടായിരിക്കും നമ്മൾ കിംസിൽ ദയവായിട്ട് എത്തിച്ചാണെന്ന് അറിഞ്ഞൂടാ. നോക്കാം, ദയവായി എത്തിച്ച്. വി ആർ എക്സ്പ്ലോറിങ് ആക്ച്വലി ശാസ്തമംഗലം. ഈ പടി എങ്ങോട്ട് പോകുന്ന അറിഞ്ഞൂടാ, നോക്കാം. വേറെ എവിടെയോ പോകുന്നുണ്ട്. പടി കയറാൻ മടിയുള്ള കുട്ടി എന്ത് ചെയ്യണം? വീട്ടിൽ പോകണ്ടേ? വേണ്ടെങ്കിൽ ഇച്ചിരി ഒരു 2 കിലോമീറ്റർ കൂടെ നടക്കും. 3ാമത്തെ ദിവസമല്ലേ ആയുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറച്ച് പെയിനൊക്കെ വരും കേട്ടാ. കേക്ക് എങ്ങനെ അനങ്ങി കാണിക്കുമ്പോൾ റിംഗ് മാസ്റ്ററിൽ ദിലീപ് കാണിക്കണ പോലെ തോന്നുന്നു. ട്രെയിനിങ് മാസ്റ്റർ നടക്കും. ഇപ്പുറത്ത് നടക്കും, അപ്പുറത്ത് പോവും, ചാടല്ലേ ചാണ്ട ചാണ്ട. പച്ചമുളകാ? ആ അമ്മ ചോദിച്ച പോയ പച്ചമുളക് വേണോ വീട്ടിൽ? കമോൺ. ഞാൻ 10 മിനിറ്റുള്ള അത് കൂടി കാണുന്നു. വേണ്ട, ഇന്ന് ഇച്ചിരി മതി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പടിപടിയായിട്ട് കൂട്ടാം. പടി കയറാൻ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെയും ബാക്കി വെക്കണമല്ലോ. ആൾക്കാരത്തൊക്കെ കിംസ് എന്ന് പറഞ്ഞപ്പോ കിംസാ എന്തിന് വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ നോക്കിയായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ ഓരോ സ്റ്റാഫും ഗേറ്റിന്റെ അവിടെ തൊട്ട് അകത്ത് വരെ ഓരോ സ്റ്റാഫും ഭയങ്കര നല്ലതായിട്ടാണ് നിൽക്കണം. അതും കൂടാതെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇനി വേറെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പറഞ്ഞു തരാൻ ആൾക്കാർ വേറെ ഹോസ്പിറ്റലിൽ നമ്മൾ പണ്ട് പോയ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. ഇവിടെ എന്ത് ചോദിച്ചാലും സമാധാനത്തിലൊക്കെ പറഞ്ഞു തരുന്നു. കിംസ് പൈസ പോവും. അപ്പം അത്രയ്ക്കുള്ള ഹാപ്പിനെസ്സും കംഫർട്ടൊക്കെ വേണമെങ്കിൽ കുറച്ച് പൈസ പോയതിൽ കുഴപ്പമൊന്നുമില്ല. പൈസ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ബാക്കി ഹോസ്പിറ്റൽസ് ഒത്തിരി വ്യത്യാസമൊന്നും വരില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഓഫ്കോഴ്സ് കുറേ പൈസ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ
അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ കിംസിൻ്റെ അത്ര ആവില്ലെങ്കിലും ഓൾമോസ്റ്റ് ആവും. പക്ഷെ ഇവരുടെ സർവീസ് ഫുഡും ഫുഡാ ഒക്കെ കഫേയില് നമ്മള് ഫുഡായിട്ട് കഴിച്ചില്ല ഇതുവരെ. പക്ഷെ ഫുഡ് നല്ല പറഞ്ഞ എനിക്ക് പേരൊക്കെയാ ഞാൻ കഴിക്കില്ല. കിളിയൊക്കെ കടിച്ചാണ് കേട്ടാ, അങ്ങനെയാണെ കഴിച്ചുകൂടാ. അതെ ഇവിടെ കുറച്ച് ഇത് പഴുത്തത് കഴിച്ചിരിക്കും. എന്താ ഭരതനാട്യം പോസാ കേക്ക് പണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അരമണ്ഡലം കഴുത്തില് തുളസിമാലയാണല്ലേ? അല്ല കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന്, വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആരെ പേച്ചും കേൾക്കാതെ കാണും. ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. ആരെങ്കിലും വന്നാ ഒരു അങ്കിളെ കണ്ടു കേട്ടാ. അപ്പം ഇവളുടെ സെയിം സ്വഭാവത്തിലുള്ള സെയിം ഡയലോഗ് ടിട്ടോ. അതെങ്ങനെ സംഭവിച്ചത്? വന്നിട്ട് പരിചയപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ വിചാരിച്ചായിരുന്നു നമുക്ക് ഒരു ദിവസം ഡെയിലി നടക്കാൻ പോവല്ലോ. അപ്പൊ ഓരോ ദിവസം ഓരോ പുതിയ ആൾക്കാരെ പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷെ കേക്കൊന്നും പറഞ്ഞില്ല. ഇന്ന് അങ്കിൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് പറയാണ് കൂടെ ആരെങ്കിലും നടക്കാൻ പോണം, അല്ലെങ്കിൽ ഇവര് മടിയാണ്, ഒന്നും നടക്കില്ല, ഇല്ലെങ്കിൽ 2 പ്രാവശ്യം നടന്നെന്ന് പറയും, പക്ഷെ നടന്ന് കാണൂല, ഇല്ലെങ്കിൽ പകുതി വരെ പോയപ്പോ ക്ഷീണമായോണ്ട് തിരിച്ചു വന്ന് ഇങ്ങനെ പറയും ഭയങ്കര മടിയാണ്, അതുകൊണ്ട് കൂടെ നടക്കണം. നമ്മളെ വീഡിയോ കണ്ടെന്ന് തോന്നുന്നത് ഇല്ല, ഇങ്ങനെ കറക്റ്റ് പോയിട്ട് പറയോ. കറക്റ്റ് പോയിട്ട് നാളെ നമുക്ക് മന്ത്രിയിലെ പരിചയപ്പെടാം. മന്ത്രി പേന് വന്ന അപ്പി പേനാണ്. അപ്പി പോയാ ഇല്ല, ഇനി പോയിരുന്നാ മതി. അപ്പം അങ്ങനെ എത്തിയിരിക്കുന്നു. സക്സസ്. അമ്മ മോള് ഏത് ആണോ? ഓ നടക്കാൻ പോകുന്നതിൽ എന്താണ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഈ ടെൻഷൻ അടിക്കുന്ന മൈൻഡിൽ ടെൻഷൻ ഇല്ലാതാവുന്നുണ്ടോ? ആവുന്നുണ്ട്. ആ സമയം മാത്രമല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഒരു 10 hours വാക്കിംഗ് പോയല്ലേ. കൊള്ളാം കൊള്ളാം. പൈനാപ്പിളിൽ കയറി കാടിനകത്തൂടെ വീഡിയോ എടുക്കുന്നു. പൂവേ പൂവേ കാതൽ പൂവേ. പൂവിൻ്റെ എവിടെ എടുക്കണം? കൊള്ളാം, കാടും കൊള്ളാം. കാല് കൊള്ളാമോ അപ്പം? ആണോ? അപ്പോൾ നാളെ റെസ്റ്റ് എടുത്താലോ? നാളെ അപ്പം 3 ഗോവിന്ദ ഗോവിന്ദ. നോക്കട്ടെ. ഇന്ന് ഡിസ്റ്റൻസ് കുറവാണ് കേട്ടോ. കുഴപ്പമില്ല. സോ ഇന്ന് ആക്ച്വലി കുറവാണ്. എന്ന് വെച്ചാൽ ലെഗ് പെയിൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. പെട്ടെന്ന് വീടെത്താന്നൊക്കെ പറഞ്ഞു. 0.78 kilometers, 1063 steps, 134 kcal. പക്ഷേ ഇന്നലത്തെ കാട്ടിൽ ഇന്ന് kcal കൂടി. അപ്പോൾ എൻ്റെ വയർ കുറയും.